പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം സഹിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. ചിലപ്പോൾ നിങ്ങൾ നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ച് ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീരുകയും ചെയ്തു. പുതിയ നിയമകാലത്ത് തടവുകാർ പട്ടിണി കിടന്ന് ചാകുമായിരുന്നു. അവർ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നത് സ്നേഹിതരുടെയും ബന്ധുക്കളുടെയും സഹായത്താലായിരുന്നു. എന്നാൽ ഒരു തടവുകാരനെ ജയിലിൽ പോയി കാണുന്നത് അത്ര എളുപ്പമായിരുന്ന കാര്യമല്ല. കാരണം സന്ദർശകരെയും ഒരുപക്ഷെ അവർ ജയിലിൽ പിടിച്ചിടുമായിരുന്നു. എങ്കിലും ഈ എബ്രായ ക്രിസ്ത്യാനികൾ തങ്ങളുടെ തടവുകാരെ തള്ളിക്കളഞ്ഞില്ല. കാരണം കർത്താവിൻ്റെ വചനങ്ങൾ അവർ പൂർണ്ണമായി അനുസരിച്ചു. കർത്താവ് പറഞ്ഞത് ഓർക്കുക, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എനിക്ക് വേണ്ടി ചെയ്തു. ആദിമസഭയുടെ ശത്രുക്കൾ അതിശക്തരും റോമ ഗവൺമെൻറ്റിൻ്റെ തുണയുള്ളവരുമായിരുന്നു. ചില വിശ്വാസികളുടെ ഭൂമിയും വസ്തുവകകളും അവരുടെ സ്വത്തും എല്ലാം ഈ കൂട്ടർ കൈവശമാക്കിയിരുന്നു. എന്നാൽ സ്വർഗത്തിൽ നിത്യമായ പ്രതിഫലം ലഭിക്കുമെന്നറിഞ്ഞതിനാൽ ഈ നഷ്ടം വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ താൻ സഹിച്ച കഷ്ടതകൾ വെറും നിസ്സാരമായിട്ട് എണ്ണിയിരിക്കുന്നു. ആമേൻ. എന്നാൽ എബ്രായരുടെ ആവേശം തണുക്കുവാൻ തുടങ്ങി. ഇപ്പോൾ അവർ കഷ്ടതയിൽ നിന്ന് ഓടുവാൻ ശ്രമിക്കുന്നു. അവർ വീണ്ടും അവരുടെ വസ്തുവകളെ സ്നേഹിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അവർ കർത്താവിന് വേണ്ടി കഷ്ടം ഇപ്പോൾ സഹിക്കുവാൻ ഒരുക്കമല്ല. ഈ സ്ഥിതി ഇന്നത്തെ സഭകളിലും ശുശ്രൂഷന്മാരിലും കണ്ടുവരുന്നു. എബ്രായരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു എന്ന് നാം നമ്മളിലേക്കൊന്ന് നോക്കിയാൽ നമ്മുടെയും സ്ഥിതി ഇത് തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം അവനോടുകൂടെ ഉയർക്കുമ്പോൾ നമുക്കവൻ്റെ തേജസ് കിട്ടും. നാം അവനെപ്പോലെ ആയിത്തീരും. നാം അവനെപ്പോലെ ആയിത്തീരണമെങ്കിൽ അവൻ അനുഭവിച്ച ചില കഷ്ടങ്ങൾ ഈ ലോകയാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോരുമ്പോൾ അത് സഹിക്കേണ്ടി വരും. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു. അതായത് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അതേ സാദൃശ്യമായി നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പഴയ നിയമം അനുസരിച്ച് മോശയ്ക്ക് മാത്രമായിരുന്നു ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ കഴിഞ്ഞവ. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒരു മൂടുപടം കൂടാതെ ദൈവദേശത്ത് നോക്കുന്നതിന് കഴിയും. അതായത് ഒരു മൂടുപടം നമ്മുടെ മുഖത്തിടാതെ ആ തേജസ് ക്രിസ്തുവിൽ വെളിപ്പെട്ടു. മാത്രവുമല്ല, നാമും കർത്താവിൻ്റെ തേജസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന മാനപാത്രങ്ങളാണ്. സ്തോത്രം. സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ക്രിസ്തുവിൻ്റെ തേജസ് നമ്മളിൽ തട്ടി അത് മറ്റുള്ളവരിലേക്ക് എത്തണം.
സ്തോത്രം. അതിനുവേണ്ടി നാം ചില കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു. വെറുതെ കർത്താവിൻ്റെ മറവാട്ടി സഭയുടെ അംഗങ്ങളാവുവാൻ കഴിയുകയില്ല. സ്റ്റെഫാനോസ് കല്ലേറ് കൊണ്ടപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. കല്ലേറിൻ്റെ മധ്യത്തിൽ ആത്മാവിൽ നിറഞ്ഞ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിലനിൽക്കുന്നു. അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു. ചന്ദ്രൻ്റെ തേജസ് വാസ്തവത്തിൽ സൂര്യൻ്റെ തേജസ്സാണ്. അതുപോലെ തന്നെ വിശ്വാസികളായ നമ്മളിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കഴിവുകളല്ല, ക്രിസ്തുവിൻ്റെ മാതൃക നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മെ കാണുന്നവർ നമ്മളിൽ ഒരു ക്രിസ്തുവിനെ കാണണം. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, നാം ചന്ദ്രനെ പോലെയല്ല. നമ്മുടെ തേജസ് കുറെ കൂടി പ്രഭയുള്ളതാണ്. ഈ തേജസ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സാണ്. മാത്രമല്ല, നാം ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ തേജസ് നാൾക്ക് നാൾ തോറും വർദ്ധിക്കുന്നു. അത് നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളരണം. കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, ശോധനകൾ വരുമ്പോൾ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ പുറകോട്ട് നോക്കാതെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് അറിഞ്ഞ സത്യത്തിനായി പോരാടുക. ഈ ലോക ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. ഈ പോരാട്ടത്തിൽ ജയിച്ചെങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയുകയുള്ളൂ. പോരാട്ടത്തിൽ ജയിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ മുഖാമുഖമായി കാണുകയുള്ളൂ. നാം അവനെപ്പോലെ ആയിത്തീരുകയുള്ളൂ. നാം ക്രിസ്തുവിൻ്റെ പ്രതിമകളായി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് ദൈവേഷ്ടം. നാം വിശ്വാസത്തിലേക്ക് കാൽവച്ച നാളുകളിൽ ഉണ്ടായിരുന്ന ഉത്സാഹവും തീക്ഷ്ണതയും ധൈര്യവും ഇന്ന് നമുക്ക് ആർക്കും തന്നെയില്ല. വിശ്വാസം മൂലം ചില കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം സന്തോഷത്തോടെ അവ സ്വീകരിക്കുന്നുണ്ടോ? സാത്താനുമായിട്ടുള്ള പോരാട്ടത്തിൽ നാം ഉറച്ചു നിൽക്കുന്നുണ്ടോ? എബ്രായ വിശ്വാസികൾക്ക് അതിന് സാധിച്ചു. വിശ്വാസം നിമിത്തം ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട് പരസ്യമായി അവർ നിന്ദിക്കപ്പെട്ടു, അവർ പീഡിപ്പിക്കപ്പെട്ടു, വസ്തുവകകൾ അവർക്ക് നഷ്ടമായി തീർന്നു. എന്നാലും എബ്രായ വിശ്വാസികൾ ഒളിച്ചോടിയില്ല. ഇന്ന് എത്ര പേർക്ക് അതിന് സാധിക്കും? നാം ക്രൂശിലേക്കൊന്ന് നോക്കുക. മരണവേദനയിലും മാനവരാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജീവനെ പേടിച്ച് കൂടെ നിന്നിരുന്ന ശിഷ്യന്മാർ പോലും എല്ലാവരും ഓടിപ്പോയി. ആരുമില്ലാത്ത അവസ്ഥ, ഏകാന്തത. ക്രിസ്തു ഇപ്പോൾ മനുഷ്യൻ്റെ കാഴ്ചയ്ക്ക് മറഞ്ഞിരിക്കുന്നു. ഒരു ദിവസം അവൻ വീണ്ടും വരും. അപ്പോൾ അവൻ എല്ലാവർക്കും പ്രത്യക്ഷനാകും. നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അത് കഴിഞ്ഞ് ഒന്നും മറവായിരിക്കുകയില്ല. ക്രിസ്തു നമ്മുടെ ജീവനായിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, ക്രിസ്തു നമ്മുടെ ജീവന്റെ ലക്ഷ്യവും ഉദ്ദേശവും പൂർത്തീകരണവും ആഗ്രഹവുമാണ്. സ്തോത്രം. നമ്മുടെ ജീവൻ ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്, അവൻ നമ്മളിലും. ഇത് തേജസ്കരണത്തിന് ശരിയായ ഒരു ബന്ധമാണ്. അവൻ നമ്മളിലും, നാം അവനിലും. നമ്മുടെ ഭവനവും അവകാശവും പ്രതിഫലവും സ്വർഗത്തിലാണ്. അതുകൊണ്ട് നാം ഉയരത്തുള്ളതിനെ തന്നെ അന്വേഷിക്കണം.
ഈ ഭൂമിയിലുള്ള പോരാട്ടങ്ങൾ നിസ്സാരമാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഒന്നുമില്ലെന്ന് അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് പറയുവാൻ കഴിയണം. ദൈവഹിതം സഹിഷ്ണുതയോടെ ചെയ്യുന്നതിൽ അവസാനം വരെയും തുടരണം. അല്ലെങ്കിൽ പ്രതിഫലം നഷ്ടമാകും. അവൻ വാഗ്ദത്തം ചെയ്തത് നാം നഷ്ടമാക്കരുത്. ക്രിസ്തു നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തത് നാം നഷ്ടമാക്കരുത്. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത് നാം നഷ്ടമാക്കരുത്. വരുവാനുള്ളവൻ, അതായത് ക്രിസ്തു വരും. ഇന്ന് പലരുടെയും പ്രതീക്ഷ അറ്റുപോയിരിക്കുകയാണ്. ക്രിസ്തു വരുവാൻ താമസമില്ല. അതാണ് ലോകലക്ഷണങ്ങൾ വിളിച്ചറിയിക്കുന്നത്. സ്തോത്രം. എൻ്റെ നീതിമാൻ പീഡനത്തിൽ കൂടി കടന്നുപോയാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. കഷ്ടങ്ങൾ, ശോധനകൾ, രോഗങ്ങൾ, പീഡകൾ എല്ലാം കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അറിഞ്ഞ സത്യത്തിനു വേണ്ടി നിലനിൽക്കണം. അതിനായി കർത്താവ് എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗാഡ് ബ്ലസ് യു ആൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ആമേൻ.